ഹലോ കൂട്ടുകാരെ, ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ ശരത്ത് എത്തുകയാണ്. രേവതിയുടെയും സച്ചിയുടെയും വിവാഹ വാർഷികത്തിന് എത്തുകയാണ്. അപ്പോൾ അവനോട് സമ്മാനമൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സച്ചി അവനോട് വളരെ സ്നേഹത്തോട് പെരുമാറുന്നുണ്ട്. കേക്കൊക്കെ കൊടുക്കുന്നുണ്ട്, കേക്കൊക്കെ വായിൽ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് സന്തോഷിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ അന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശരത്തിനെ കൂട്ടി സച്ചി പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ശരത്തിനോട് സച്ചി പറയുന്നുണ്ട്, നീ നിൻ്റെ ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല വന്നതെന്ന് എനിക്കറിയാം, നിന്നെ ഇടിച്ച് പഞ്ചറാക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഇനി നീ ആൻ്റണിയുടെ ഒപ്പം കൂടിയിട്ട് എന്നെ ഇനിയും ദ്രോഹിക്കാനാണ് നിൻ്റെ വിചാരമെങ്കിൽ നിൻ്റെ കയ്യും കാലും ഞാൻ തച്ചൊടിച്ച് നിൻ്റെ വീട്ടിലിരുത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സ്നേഹത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ രേവതി ബാക്കിൽ നിന്നിട്ട് വിചാരിക്കേണ്ടത്, ഇവർ രണ്ടാളും ലോകിയായി എന്നൊക്കെ വിചാരിച്ചിട്ട് വലിയ സന്തോഷത്തോടു കൂടി രേവതി നിന്ന് നോക്കുന്നുണ്ട്. എന്തായാലും ശരത്ത് പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അച്ഛമ്മ രേവതിയും സച്ചിനെയും ഒഴിഞ്ഞിടുന്നുണ്ട്. എന്തായാലും എന്നിട്ട് പറഞ്ഞിട്ട് പോയി റൂമിൽ പോയി കിടക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും എന്നിട്ട് ടെറസ് കിടക്കണ്ട, അത് നിങ്ങളുടെ റൂമിൽ പോയി കിടന്നോളാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ റൂമിൽ കിടക്കണവരൊന്ന് പുറത്ത് കിടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്കും ശ്രുതിക്കും അത് തീരെ താല്പര്യമാവണില്ല. അവർക്കത് ഒന്നും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവർ രണ്ടാളും നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ സച്ചിയും രേവതിയും പറയുന്നുണ്ട്, വേണ്ട, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും ഒരു ത്യാഗവും സഹിക്കേണ്ട, ഞങ്ങൾ എന്തായാലും ടെറസിൽ തന്നെ പോയി കിടക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവർ ടെറസിൽ തന്നെ പോയി കിടക്കുമോ, എന്താ ഇനി സംഭവിക്കാൻ പോകണമെന്നൊക്കെ വരുന്ന എപ്പിസോഡിൽ നമ്മൾ കണ്ടാറ്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.